ശ്രീ റെജി ലോക്കോസ്, ഈ ഒരു സാഹചര്യത്തിൽ വി.ഡി. സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും സതീശന്റെ എന്തോ മികവ് കൊണ്ടാണ് ആ സീറ്റ് UDF-ന് നിലനിർത്താനായത് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ സതീശൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പോലും സതീശന്റെ എല്ലാ തീരുമാനങ്ങളെയും അല്ലെങ്കിൽ സതീശന്റെ എല്ലാ നീക്കങ്ങളെയും ഹൈക്കമാൻഡ് പൂർണ്ണമായും തള്ളുന്നു എന്നുള്ളതാണ് സുധാകരൻ തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് സുധാകരന് അനുകൂലമായ ഒരു നീക്കം ഈ ഘട്ടത്തിൽ നടത്തുന്നു എന്ന് വേണം കരുതാൻ? രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ഓട് പൊളിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇറങ്ങി വന്ന ഒരാളാണ് വി.ഡി. സതീശൻ. അന്നു മുതൽ അക്കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ സാമാന്യനെ ജനങ്ങളുടെ പിന്തുണയുള്ള ഉമ്മൻചാണ്ടി സാറിനെതിരെയാണ് ആദ്യം അദ്ദേഹം വെടിപൊട്ടിച്ചത്. അതിനുശേഷം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെ മൂലക്കിരുത്തി ഒരു ഏകാധിപതിയെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വി.ഡി. സതീശൻ ഇനി തന്നെ ആരും ചോദിക്കാനില്ല, താൻ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് എന്നുള്ളൊരു ധാർഷ്ട്യത്തിൽ കേരളത്തിലെ നടന്ന 4-5 ഉപതെരഞ്ഞെടുപ്പിലെല്ലാം ഒരു ഒറ്റയാൾ പോരാട്ടമായ അദ്ദേഹം ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോയപ്പോൾ ഇവരൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ടായിരുന്നു. വി.ഡി. സതീശൻ അത് മറന്നുപോയി. അദ്ദേഹത്തിന് ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് മുഖ്യ കാർമ്മിത്വം വഹിച്ചത് കെ.സി. വേണുഗോപാലാണ്, AICCയുടെ ജനറൽ സെക്രട്ടറി. ഹൈക്കമാൻഡിൻ്റെ ഒരു പരിധിവരെ 3 പേരിൽ, അതായത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ ഈ പറഞ്ഞ കെ.സി. വേണുഗോപാലാണ് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കെ.സി. വേണുഗോപാലിനെ പോലും അദ്ദേഹം തഴഞ്ഞുകൊണ്ട് താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കാണ് എന്ന് ഉള്ള ഒരു അപ്രഖ്യാപിത രീതിയിൽ മുന്നോട്ട് പോയതിന് ഫലമായി കെ.സി. വേണുഗോപാൽ ആദ്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇടഞ്ഞു. രണ്ടാമത്തെ വസ്തുത, താനാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വഹിക്കണം എന്നുള്ള ഒരു വീണ്ടും വിചാരത്തിൽ ഇദ്ദേഹത്തിന് സമാന്തരമായി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല വി.ഡി. സതീശനെ എതിരെ രംഗത്ത് വന്നു. നാലാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഒഴിയാൻ തയ്യാറാണെങ്കിലും കെ. സുധാകരൻ്റെ പിന്നിൽ മുതിർന്ന നേതാക്കന്മാരുടെ പട തന്നെ, അതൃപ്തരുടെ ഒരു വലിയ പട തന്നെ അണിനിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ധിക്കാരവും ദാർഷ്ട്യവും മാധ്യമപ്രവർത്തകരോട് പോലും അദ്ദേഹത്തിൻ്റെ ഭാഷകൾ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്കും ശൈലിക്കും വന്ന കനത്ത തിരിച്ചടിയാണ്. കെ.സി. വേണുഗോപാലിൻ്റെ കാർമ്മികത്വത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അധികാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, സകലരെയും വെട്ടിനിർത്തി കുറേ പിന്നണി ആളുകളെ മാത്രം അണിനിർത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് കടിഞ്ഞാനിട്ടെന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ നീക്കത്തിന് അതിൻ്റെ പിന്നിൽ കെ. സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള പിന്തുണ മാത്രമല്ല, കെ. സുധാകരന് പകരം ഒരാളെ പിന്നെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് സത്യസന്ധമാണെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് സതീശിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം തന്നെ ഇവിടെ ഉണ്ടായി ആ സമിതി യോഗത്തിൽ. എന്താണ്? പൊതുവെ മൗനി എന്നറിയപ്പെടുന്ന AP അനിൽകുമാർ, വണ്ടൂർ MLA, അദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിൽ ഭാഷയെ അദ്ദേഹം നേരിട്ടു. എന്താ കാരണം? ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്യമാണ് അതിലവിടെ അദ്ദേഹത്തിന് പ്രകോപിപ്പിക്കാൻ കാരണം. AP അനിൽകുമാർ ഒരിക്കലും ഒറ്റയ്ക്കാകുന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. താനൊരു സർവേ നടത്തിയെന്ന് 61 ഇടത്ത് ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരാണ് സർവേ നടത്താൻ, AICC അല്ലേ നടത്തണ്ടേ എന്ന കൃത്യമായ രീതിയിലുള്ള ശക്തമായ ചോദ്യത്തിന് മുമ്പിൽ പതറിയ വി.ഡി. സതീശൻ പിന്നീട് ആ പ്രസംഗം പൂർത്തീകരിക്കാൻ അവിടെ ഇരിക്കേണ്ട ഗതികേട് വന്നു. നമുക്കറിയാം എല്ലാവരെയും. ഇപ്പം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷവും നടന്ന പത്രസമ്മേളനം, ആലപ്പുഴയിൽ നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ കെ. സുധാകരൻ ഇവരും തമ്മിലുള്ള ശണ്ട വളരെ അവകാശമായ ഒരു ചിത്രം കേരളത്തിൽ വരച്ചു കാട്ടിയിരുന്നപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ വെല്ലുവിളി പോയിരുന്നു. അപ്പോൾ കെ. സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിൻ്റെയും അതിനോടൊപ്പം ഇടയ്ക്ക് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വന്ന ഒരു വലിയ രീതിയിലുള്ള കൊട്ടാര വിപ്ലവമാണ് ഇപ്പം കോൺഗ്രസ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ മറ്റൊരു രസകരമായ ഒരു കാര്യത്തോടെ പറയാനുള്ള സമയം തരണം. അതായത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ചില സമുദായ നേതാക്കളുടെ പരിപാടികൾ, ഇപ്പം NSSൻ്റെ ആണെങ്കിലും SNDP ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഈ വി.ഡി. സതീശനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വി.ഡി. സതീശന് വന്നൊരു നാണക്കേടെന്ന് പറയുന്നത്, മാരാമൺ കൺവെൻഷനിൽ തന്നെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുള്ളൊരു അവകാശവാദം ആ കൺവെൻഷൻ നടത്തിപ്പുകാരായ മാർത്തോമ സഹോദരനെ തള്ളിക്കളഞ്ഞത് വി.ഡി. സതീശനെ സംബന്ധിച്ചുള്ള കനത്ത ആഘാതമാണ്. അതിന് പകവീട്ടി രമേശ് ചെന്നിത്തല മൂലക്കിരുത്താനാണ് അദ്ദേഹം ഇന്നലെ മലയോര കർഷക പ്രണയവുമായിട്ട് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊരു മലയോര സംരക്ഷണ യാത്ര തുടങ്ങിയത്. അത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 41 നിയോജകമണ്ഡലം കേരളത്തിൽ ഈ മലമ്പ്രദേശങ്ങളിൽ എന്താ പറയുക, നമ്മുടെ വനപ്രദേശവുമായി ചേർന്നതും ഈ വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്നതുമായ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഭീതി മുതലെടുക്കാനായിട്ട് വി.ഡി. സതീശൻ നടത്തിയതിനകത്ത് ഒരു അധാർമികതയുണ്ട്. എന്താ പറയുക, 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൽ ഹരിത MLA-മാരെന്ന് പറഞ്ഞൊരു സംഘം സൃഷ്ടിച്ചു. ആര്? വി.ഡി. സതീശൻ. അന്ന് വി.ഡി. സതീശൻ്റെ ഓരോ വാക്കുകളും ഈ മലയോര കർഷകർ ഭയത്തോടെയും
ഭയപ്പെടുന്ന രീതിയിൽ ഭീതിജനമായ രീതിയിൽ കേട്ടോണ്ടിരുന്നത്. എന്താ പറഞ്ഞേ? കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ 4 കിലോമീറ്റർ പിന്നീട് 1 കിലോമീറ്ററുമായി ബഫർ സോൺ ചുരുക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള MLA മാർ ഇദ്ദേഹം നേതൃത്വത്തിൽ നിയമസഭയിൽ പുറത്ത് പ്രക്ഷോഭം ഉണ്ടാക്കി. എന്താ? 11 കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടാക്കണം. സുൽത്താൻ ബത്തേരി പോലെയുള്ള കട്ടപ്പന പോലെയുള്ള പട്ടണങ്ങൾ പോലും വന്യമൃഗങ്ങളുടെയും വനങ്ങളുടെയും കാർന്നു തിരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭീഷണി നിലനിൽക്കുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് 11 കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നയിച്ച VD സതീശനാണ് ശരിക്കും വഞ്ചനാപരമായ ഒരു യാത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയോര കർഷകരെ പറ്റിക്കാൻ. ഈ നിയമം കൊണ്ടുവന്നവരെ കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ. അപ്പം മലയോര കർഷക ജാതി എന്ന് പറയുന്നത് മലയോരത്തെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ, ഓർമ്മശക്തി നഷ്ടപ്പെടാത്തവരാണെങ്കിൽ അവർക്കൊന്നും അങ്ങനെ ഓർമ്മ പോകത്തില്ല. VD സതീശനോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് 11 കിലോമീറ്റർ ബഫർ സോണിന് വേണ്ടിയിട്ട് അത് ഘോരഘോരം ഹരിത MLA-മാരുടെ നേതാവായിട്ട് കേരളത്തിലുടനീളം പ്രസംഗിക്കുകയും പ്രക്ഷോഭം നടത്തുകയും നിയമസഭയിൽ പലതവണ ആവർത്തിച്ച് പറഞ്ഞ് എന്തുകൊണ്ടെന്ന് ചോദിക്കണം. അപ്പം അതിന് വഞ്ചന. പക്ഷെ സംഭവിച്ചെന്താണ്? അതേ ദിവസം ഇന്നലെ കൃത്യം 5 മണിക്ക് ഈ ജാഥ അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റൊരു കലാപരിപാടിയായിട്ട് രമേശ് ചെന്നിത്തല പിന്നെ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നു. മലപ്പുറത്ത് ബ്രൂവറിക്കെതിരെ അതേ അവിടുന്ന് കറക്റ്റ് സമയത്ത് അവിടുത്തെ MP-യെയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അണിനിരത്തിക്കൊണ്ട് അവിടെ ഇതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം അദ്ദേഹം തുടങ്ങി. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഈ കോൺഗ്രസ് ഏതാണ്ട് പിളർന്നിരിക്കുന്നു. കോൺഗ്രസ് പിളർന്നിരിക്കുന്നു, അതാണ് അതിന്റെ വസ്തുത. അങ്ങനെ നാണം കെട്ട അവകാശമായ രീതിയിൽ ഇത്തവണ നിലവിലുള്ള MLA-മാരുടെ പകുതി പോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു പോകുമെന്നുള്ള വ്യക്തമ ബോധ്യം ഇവിടുത്തെ ഇടതുപക്ഷത്തിനും അല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസിനാണ് വന്നു ഒഴിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വലിയൊരു ഗതികേടിലേക്കും നാണക്കേടിലേക്കും